ഹലോ, ചെമ്മീൻ അച്ചാറും ചെമ്മീൻ കറിയും. കോഴിക്കോട് സ്റ്റൈൽ ചെമ്മീൻ കറിയാണ് ഏകദേശം കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട്. പിന്നെ ചെമ്മീൻ അച്ചാർ കഴിക്കാൻ പെട്ടെന്നൊരു ആഗ്രഹം. അപ്പോൾ കുറച്ച് ചെമ്മീൻ മാറ്റി കുറച്ച് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങാപ്പാലെല്ലാം എടുത്ത് ആ പണിയൊന്ന് ആദ്യം തന്നെ ചെയ്ത് ഒന്ന് സൈഡിലാക്കി വെച്ചു. പിന്നെ മസാലയൊക്കെ തേച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്യാനിട്ടു. അങ്ങനെ അതൊന്ന് ഫ്രൈ ആയി കിട്ടുന്ന ഗ്യാപ്പിൽ കറി ഉണ്ടാക്കാനുള്ള ബാക്കി പണികളെല്ലാം തുടങ്ങി. തീരെ ചെറിയ ചെമ്മീനാണല്ലോ നല്ല ടേസ്റ്റ് അച്ചാറിന് ഇടാൻ. ഇത് അത്ര ചെറുതല്ല കേട്ടോ, അതൊരു കുറച്ചൊരു സൈസ് ഉണ്ട് ചിലതൊക്കെ. അപ്പം അങ്ങനെ സൈസുള്ളതൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വിട്ടു. കാരണം ചെറിയ പീസസ് ആയി കിടക്കുമ്പോഴാണല്ലോ അച്ചാറിലൊരു രസം ഉണ്ടാവുക. അങ്ങനെ കറി ഉണ്ടാക്കാനായിട്ട് ചെറിയ ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം സെറ്റ്. അതിലേക്ക് കുറച്ച് നുറുക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടു. സാധാരണ കോഴിക്കോട് ഭാഗത്ത് ഈ ചെമ്മീൻ മുരിങ്ങക്കറിയിൽ കുടംപുളി ഇടാറില്ല. പക്ഷേ ഞാനിതിലൊരു ചെറിയൊരു കഷ്ണം കുടംപുളി ഇട്ടിട്ടുണ്ട്. കാരണം എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു പുളിയൊക്കെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനൊരു കഷ്ണം ഇട്ടിട്ടുണ്ട്. മുരിങ്ങയൊന്നും ഇല്ലാത്തതുകൊണ്ട് മുരിങ്ങക്കായ ഇട്ടിട്ടില്ല, വെറും ചെമ്മീൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അതിലേക്ക് പൊടികളെല്ലാം ഇട്ട് മസാലയൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അതിലേക്ക് ചെമ്മീൻ ഇട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാം പാലൊഴിച്ചു. അതൊന്ന് കുറുകി കിട്ടിയപ്പോൾ അതിലേക്ക് ഒന്നാം പാലൊഴിച്ചു. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കറി റെഡി. പിന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുന്നത്. കാരണം കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. അല്ലെങ്കിലും ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് കാലിയാവും. അതുകൊണ്ട് അങ്ങനെ നാശാവാനുള്ള ഒരു ചാൻസ് ഒന്നും വരുന്നില്ലല്ലോ. അങ്ങനെ ചെമ്മീൻ അച്ചാറും റെഡിയായി. ഇനി അങ്ങോട്ട് ചോറ് കഴിച്ചാൽ മാത്രം മതി. ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ ചെറുതായിട്ട് ചൂടുള്ള ചോറും അതിലേക്ക് തേങ്ങാപ്പാലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ചെമ്മീൻ കറിയും ചെമ്മീൻ അച്ചാറും മാത്രം കൂട്ടി കഴിക്കുമ്പോൾ തന്നെ അടിപൊളി ലഞ്ചായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാൻ മറക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു.